നടുക്കി 4 സ്കൂൾ കുട്ടികളുടെ ജീവൻ അപകടത്തിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന പനയമ്പാടം എന്ന സ്ഥലം തുടർച്ചയായി അപകടം സംഭവിക്കുന്ന ഒരു മേഖലയെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. പലപ്പോഴും ഗ്രിപ്പില്ലാത്ത റോഡിൽ ചെറിയ ചാറ്റൽ മഴയിൽ പോലും വാഹനങ്ങൾ തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, റിത, ആയിഷ എന്നിവരാണ് മരണപ്പെട്ടത്. സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതിന് പിന്നാലെ നിയന്ത്രണം വിട്ട് മറിഞ്ഞതെന്നാണ് സമീപവാസികൾ പറയുന്നതും. സ്കൂളിൽ നിന്ന് മടങ്ങാനായി ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് കൂറ്റൻ ചരക്ക് ലോറി മറിയുകയായിരുന്നു. വിദ്യാർത്ഥിനികളിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. പരീക്ഷ ആയതിനാൽ തന്നെ കുട്ടികൾ കുറവായിരുന്നു എന്നും അല്ലായിരുന്നെങ്കിൽ അപകടം വളരെ വലുതാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുകയാണ്. ഇപ്പോൾ 4 കുരുന്ന് ജീവൻ പൊലിഞ്ഞ അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പോലീസുകാരെ തടഞ്ഞ് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയായിരുന്നു. മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റുമായി പോയ ലോറിയാണ് മറിഞ്ഞത്. വൈകുന്നേരം 4 മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഇത്തരമൊരു അപകടം സംഭവിക്കുന്നത്. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു വരുന്നത് കൊണ്ട് ഒരു വിദ്യാർത്ഥിനി ചാടി മാറി. എന്നാൽ മറ്റു കുട്ടികളുടെ മുകളിലേക്ക് ഈ ലോറി മറിയുകയായിരുന്നു. മറ്റു കുട്ടികൾ സംഭവ സ്ഥലത്ത് വെച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെട്ടത്. അതേസമയം വലിയ ശബ്ദം കേട്ടാണ് അപകടത്തിന്റെ വിവരം അറിഞ്ഞതെന്നാണ് സമീപവാസി പറയുന്നത്. ശബ്ദം കേട്ടെത്തിയപ്പോൾ റോഡിൽ മുഴുവൻ പൊടിപടലമായിരുന്നു. ആദ്യം ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെയാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായത്. മാത്രമല്ല, ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്. റോഡിലൂടെ പോകുന്ന വണ്ടിക്കാരെല്ലാം നിയന്ത്രണം വിട്ട പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലിരിക്കാൻ തന്നെ പേടിയാണെന്നും വ്യക്തമാക്കുന്നു. അതേസമയം സ്കൂൾ വിട്ടു വരുന്ന മക്കളെ വിളിക്കാനായി റോഡിലേക്ക് പോയപ്പോഴാണ് അപകടം കണ്ടതെന്നും മറ്റൊരു യുവതി പ്രതികരിക്കുകയാണ്. കുട്ടികൾ ലോറിക്കടിയിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വണ്ടി ചെരിഞ്ഞു കിടക്കുന്നു. ഡ്രൈവർ ചാടിയിറങ്ങി അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിനിടെ അപകടത്തിന് പിന്നാലെ ലോറിയിലെ ഡ്രൈവറും ക്ലീനറും എന്ന് കരുതുന്ന 2 പേർ സമീപത്തെ വീട്ടിലെത്തി വെള്ളം കുടിക്കുകയായിരുന്നു എന്നും പറയുകയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ പനയമ്പാടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്ഥിരം അപകട മേഖലയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ അപകടം പതിവെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളിയാഴ്ച അപകടമുണ്ടാക്കിയ പനയമ്പാടത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അകലെയാണ് 1.5 മാസം മുമ്പുണ്ടായ അപകടം. അതിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് ഇടിച്ചു കയറിയാണ് അന്ന് അപകടം സംഭവിച്ചത്. അന്ന് 5 പേർക്കാണ് ജീവൻ നഷ്ടമായതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.